മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ ഹുസൈൻ റാണ പിടിയിലായി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നത് കേരളത്തിലെ ഒരു മന്ത്രിക്ക് ഇതുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടെന്ന്. കേരളത്തിലെ എന്ന് പറയേണ്ട മലയാളിയായ ഒരു മന്ത്രിക്ക് അങ്ങനെ പറയണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മലയാളിയായ മന്ത്രിക്ക് മാത്രമല്ല, അന്നത്തെ കേന്ദ്ര സർക്കാരിന് മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ, വേണമെങ്കിൽ ഈ ആക്രമണം നടന്നോട്ടെ എന്നൊരു കാഴ്ചപ്പാട് അന്നത്തെ UPA സർക്കാരിനുണ്ടായിരുന്നോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ റാണയെ കൊണ്ടുവന്നു. റാണ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. റാണ പാകിസ്ഥാനിൽ ജനിച്ച പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അത് കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി, കനേഡിയൻ പൗരത്വം നേടി. കാനഡയിൽ അയാൾക്ക് ഒരു സ്ഥാപനമുണ്ടായിരുന്നു, ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസ്. ഈ ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസിൻ്റെ ഒരു ബ്രാഞ്ച്, ഒരു അനുബന്ധ സ്ഥാപനം പോലെ ഒരു കമ്പനി ഇന്ത്യക്കാരനല്ലാത്ത, ശ്രദ്ധിക്കണം, ഇന്ത്യക്കാരനല്ലാത്ത തഹാവൂർ ഹുസൈൻ റാണ മുംബൈയിൽ ആരംഭിക്കുന്നു. ആര്? വിദേശി അല്ലേ? അത് എന്നിട്ട് അതിൻ്റെ ഒരു സബ്സിഡിയറി പോലെ ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേര് ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസ് എന്നാണ്. കൊച്ചിയിൽ അയാൾ വന്ന് എമിഗ്രേഷൻ കൺസൾട്ടൻ്റ് എന്ന വ്യാജേനയാണ് കൊച്ചിയിലെ താജിൽ വന്ന് താമസിച്ചത്. എങ്ങനെയാണ് ഈ കാനഡക്കാരന് പാകിസ്ഥാൻ പട്ടാളത്തിൽ ക്യാപ്റ്റൻ ആയിരുന്ന ആൾക്ക് ഇന്ത്യയിൽ വന്ന് മുംബൈയിൽ ഒരു കമ്പനി തുടങ്ങാൻ കഴിഞ്ഞത്? ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഏജൻസികൾ അറിയത്തില്ലേ? ഇന്ത്യൻ എമിഗ്രേഷൻ അറിയത്തില്ലേ? ഇനി തീർന്നില്ല. അതേ സമയത്ത് ഈ ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസ് എന്ന് പറഞ്ഞ് ബോംബെയിൽ ആരംഭിച്ച കമ്പനിയിൽ കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന പാകിസ്ഥാനി, അയാളുടെ കോൾമാൻ ഹെഡ്ലി അല്ല, ശരിക്കും സയ്യദ് ദാവൂദ് ഗിലാനിയാണ്. അയാളുടെ അച്ഛൻ പാകിസ്ഥാനിലെ ഡിപ്ലോമാറ്റായിരുന്നു. പാകിസ്ഥാനിലെ ഡിപ്ലോമാറ്റായിരുന്ന ആളുടെ മകൻ ദാവൂദ് ഗിലാനി ഇന്ത്യയിൽ വരുന്നു. അയാൾക്ക് 10 വർഷത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുന്നു. 10 വർഷം സ്ഥിരമായി ഇന്ത്യ വന്നിട്ട് പോകും. ആർക്ക്? പാകിസ്ഥാനി ഡിപ്ലോമാറ്റിൻ്റെ മകൻ, പാകിസ്ഥാൻ മിലിറ്ററി കോളേജിൽ പഠിച്ച ആൾ, അമേരിക്കയിൽ താമസിക്കുന്ന ആൾ. അയാൾക്ക് എങ്ങനെയാണ് 10 വർഷത്തേക്ക് ഇന്ത്യയിൽ നിരന്തരം വന്നു പോകാൻ കഴിയുന്ന വിസ കിട്ടുന്നത്? മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുന്നത് എങ്ങനെയാണ്? എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പാകിസ്ഥാനി വരുമ്പോൾ സംശയം ഉണ്ടാവത്തില്ലേ? അയാൾക്ക് റാണയുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ എങ്ങനെ കഴിയുന്നു? രണ്ടുപേരും പാകിസ്ഥാൻ റൂട്ടറാണ് അല്ലേ? അതെ. സംശയാസ്പദമാണ്. കാരണം അന്നത്തെ എമിഗ്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിലാണ്. അന്നത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നുവെന്ന് ഒന്ന് പരിശോധിച്ചാൽ ഒരു മലയാളിയുടെ പേര് തെളിഞ്ഞു വരും. മലബാർ മേഖലയിലായിരിക്കും. ആണ്. എന്തിനാ മടി? മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്നു അന്ന് വിദേശകാര്യം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ക്രോണോളജിക്കലി എടുത്ത് വെക്കുമ്പോൾ കണക്ഷൻസ് ഒക്കെ അതിൻ്റെ വ്യക്തമായി. ലീഗിൻ്റെ മന്ത്രിക്ക് മനസ്സറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പിലൂടെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. അല്ലാതെ നടക്കാൻ വഴിയില്ല. നടക്കില്ല. എങ്ങനെ നടക്കും? എമിഗ്രേഷൻ വകുപ്പ്, വിദേശകാര്യ വകുപ്പ് വന്ന് പാകിസ്ഥാനിലെ ഒരു ഡിപ്ലോമാറ്റിൻ്റെ മകൻ, പാകിസ്ഥാൻ പൗരൻ, അയാൾ പിന്നീട് വിദേശത്ത് പോകുന്നു, അവിടെ നിന്ന് ഇവിടെ വരുന്നു. മറ്റൊരാൾ ഇതുപോലെ പാകിസ്ഥാനിലെ ആർമി ക്യാപ്റ്റനായിരുന്ന ഒരാൾ പേര് മാറ്റി, പൗരത്വം മാറ്റി കാനഡയിൽ പോയിട്ട് ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിൽ കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയിൽ അയാളുടെ കൂടെ പാകിസ്ഥാൻ സൈനിക സ്കൂളിലും കോളേജിലും പഠിച്ച പാകിസ്ഥാനിലെ ഡിപ്ലോമാറ്റിൻ്റെ മകൻ ഇന്ത്യയിൽ വരുന്നു, ആ ജോലി ചെയ്യുന്നു, അയാൾക്ക് മൾട്ടിപ്പിൾ എൻട്രി കൊടുക്കുന്നു. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എമിഗ്രേഷൻ വകുപ്പ്, വിദേശകാര്യ വകുപ്പ് അറിഞ്ഞില്ല എന്നു പറഞ്ഞാൽ സംശയാസ്പദമാണ്, ദുരൂഹമാണ്. ഇനി തീർന്നില്ല. മുംബൈ സ്ഫോടനം കഴിഞ്ഞ ഉടനെ കോൺഗ്രസ്, അന്നത്തെ UPA പറഞ്ഞ എന്താണെന്നറിയാവോ? ഇത് ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്തതാണ്. മുംബൈ ഭീകര ആക്രമണം കഴിഞ്ഞ ഉടൻ തന്നെ ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്, ഒരു പുസ്തകം എഴുതി. 26/11 RSS കി സാസിഷ് പറഞ്ഞ പുസ്തകം. RSSൻ്റെ പദ്ധതിയാണ് 26/11 എന്ന പേരിൽ പുസ്തകം എഴുതി. നോക്കണം, ആക്രമണം RSSൻ്റെ പ്ലാനാണ് എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി പ്രകാശനം ചെയ്തു. അതിൻ്റെ ചിത്രം നമുക്ക് കാണിക്കാം. പുസ്തക പ്രകാശനം നടക്കുന്നത്
അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ചില വീരന്മാരായ ചില പോലീസ് ഓഫീസർ തുക്കാറാം ഓംബ്ലെ പോലെയുള്ള ധീരരായ ASI തുക്കാറാം ഓംബ്ലെ തൻ്റെ ജീവൻ ബലി കഴിപ്പിച്ച് അജ്മൽ കസബിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഹിന്ദു ഭീകരവാദികൾ നടത്തിയ ആക്രമണമാണെന്നുള്ള സിദ്ധാന്തം ഇവിടെ കൊണ്ടാടപ്പെടുമായിരുന്നു. അയാളെ പിടിച്ചപ്പോഴാണ് അവൻ കിളി പോലെ മണിയായിട്ട് തൻ്റെ പാകിസ്ഥാൻ ബന്ധവും തൻ്റെ പാകിസ്ഥാൻ ആർമി പരിശീലിപ്പിച്ചതും റാണയുടെ പേരും ഈ ഗിലാനിയുടെ പേരുമൊക്കെ പറയുന്നത് അല്ലേ. അയാളെ ജീവനോടെ കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഹിന്ദുത്വ ഭീകരത ബോംബെയിൽ 166 പേരെ കൊലപ്പെടുത്തി 360 പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞ് RSS നിരോധിക്കപ്പെടുമായിരുന്നു, BJP നിരോധിക്കപ്പെടുമായിരുന്നു, കോൺഗ്രസിനെ ഒരു കാലത്തും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു വലിയ ശക്തിയായി മാറുമായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ പോലും ബലി കഴിച്ച് തങ്ങൾക്ക് അധികാരത്തിൽ തുടരാനുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭീകരാക്രമണം കഴിഞ്ഞ ഉടനെ 26/11 RSS കി സാസിഷ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്? ഒക്കെ പ്രീ പ്ലാൻഡ് ആണെന്ന് സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. സംശയിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മന്ദബുദ്ധികളായിരിക്കണം. ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിനകത്ത് കേരള കണക്ഷൻ എന്ന് പറയുന്നത് ചെറിയ കളിയല്ല, കാര്യമായ ഒരു കേരള കണക്ഷനാണ്. റാണ കൊച്ചി വന്നത് വെറുതെ അല്ല. അപ്പം ഞാനിത് ഈ കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ ഇടുന്ന വിശ്വ എന്ന പേരിൽ പോസ്റ്റുകൾ ഇടുന്ന ഒരു വിശ്വരാജുണ്ട്. വിശ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അത് കേരളത്തിലെ മുഴുവൻ ആളുകളും അറിയേണ്ടതാണ്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ റിപ്പറ്റീഷൻ എന്ന് വന്നാൽ നിങ്ങൾ പ്രേക്ഷകർ വിട്ടുപോകണ്ട. കാരണം ഇതുവരെ നിങ്ങൾക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ഈ പോസ്റ്റിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോകും. അതുകൊണ്ട് ഇത് ഞാൻ വായിക്കുന്നത്, ഇത് കേട്ടതാണല്ലോ എന്ന് കരുതിയിട്ട് സ്കിപ്പ് ചെയ്ത് പോരുത്, മുഴുവനൊന്ന് കേൾക്കണം. ഞാൻ വിശ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായും വായിക്കുകയാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അല്ല, ദാവൂദ് സയ്യദ് ഗിലാനിയാണ് അവൻ. അപ്പോൾ കോൾമാൻ ഹെഡ്ലി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി ഓർക്കണ്ട, അവൻ്റെ പേര് സയ്യദ് ദാവൂദ് ഗിലാനി എന്ന് തന്നെയാണ്, അത് മറക്കരുത്. അമേരിക്കക്കാരനല്ല അവൻ, പാകിസ്ഥാനി ജിഹാദിയുടെ മകനാണ്. അമേരിക്കക്കാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അല്ല, ദാവൂദ് സയ്യദ് ഗിലാനി എന്ന A ക്ലാസ് ജിഹാദിയാണ് ഈ കോൾമാൻ ഹെഡ്ലി. അല്ലാതെ പണം വാങ്ങി ലഷ്കറിന് വേണ്ടി പണിയെടുക്കുന്ന കൊട്ടേഷൻ കൊണ്ട് ഒന്നുമല്ല അവൻ ലഷ്കർ തന്നെയാണ്. ലഷ്കറിനെ വെള്ളപൂശുന്ന സിനിമ ഇവിടെ ഓടുന്നുണ്ടല്ലോ. ഏതായാലും എമ്പുരാൻ സിനിമ ഇറങ്ങി വിവാദമായ സമയത്ത് തന്നെ റാണയെ കൊണ്ടുവന്നത് ഒരു കാവ്യനീതിയാണ്. തഹാവൂർ റാണയ്ക്കൊപ്പം പാകിസ്ഥാനിലെ മിലിറ്ററി സ്കൂളിൽ തന്നെയാണ് റാണയുടെ ബാല്യകാല സുഹൃത്തായ ദാവൂദ് ഗിലാനിയും. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കാര്യമാണ് പറഞ്ഞത്. ദാവൂദ് ഗിലാനി എന്ന് തന്നെയാണ് വിശ്വരാജ് വിശ്വ എഴുതുന്നത്. അങ്ങനെ തന്നെ വിളിക്കുന്നത്. അയാളുടെ ഒറിജിനൽ പേരെന്തിനാണ് മറച്ചു വെക്കുന്നത്? പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥന് ലവ് ജിഹാദ് വഴി അമേരിക്കക്കാരിയിൽ ഉണ്ടായ, അന്ന് വാഷിങ്ടണിൽ വെച്ചുണ്ടായ പുത്രനാണ് ദാവൂദ് ഗിലാനി. പിന്നീട് അവർ പാകിസ്ഥാനിലേക്ക് വന്നുവെങ്കിലും പഠനം പൂർത്തിയാക്കിയ ഗിലാനി എന്ന ഹെഡ്ലി അമേരിക്കയിലേക്ക് തിരികെ പോയി. ഫിലാഡൽഫിയയിലെ ഒരു ബാറിൽ ബാർ ടെൻഡറായി ജോലിക്ക് കയറി. ഗിലാനിയുടെ കഥയാണ്, അതായത് ഡേവിഡ് കോൾമാൻ്റെ ഹെഡ്ലിയുടെ കഥയാണ്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ല. പാകിസ്ഥാനിൽ പോയിട്ട് വീണ്ടും ഫിലാഡൽഫിയയിൽ വന്ന് ഒരു ബാറിൽ ജോലിക്ക് കയറി. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഇവൻ ലഷ്കറുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. ലഷ്കർ ബന്ധം ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഹെറോയിൻ മയക്കുമരുന്ന് അമേരിക്കയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടുവന്ന ഹെഡ്ലി എന്ന ഗിലാനിയെ അമേരിക്കൻ പോലീസ് 1998 അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. പക്ഷെ വെറും 2 വർഷം കൊണ്ട് അയാൾ പുറത്തു വന്നു, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും നമ്മൾ പറയാറുണ്ടല്ലോ, അവരുടെ ഇടപെടൽ 2 വർഷം കൊണ്ട്. സോറോസിനൊക്കെ ആണെങ്കിൽ മയക്കുമരുന്ന് നാർക്കോട്ടിക്സ് ലീഗലൈസ് ആക്കണം എന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇന്ത്യയിൽ പോലും ആ ആവശ്യം ഉന്നയിക്കുന്ന സംഘടനയുടെ ചുമതലക്കാരിൽ ഒരാളുടെ പേര് സോണിയാഗാന്ധിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം 2001 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഹെഡ്ലി ലഷ്കർ നടത്തിയ 5ഓളം തീവ്രവാദ ക്യാമ്പുകളിൽ പരിശീലനം നേടി. നമ്മുടെ എമ്പുരാനിലെ ഉപനായകൻ ചെയ്തതുപോലെ. 2005 അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ചാണ് പാകിസ്ഥാൻ ISIയുടെ കവർ എന്ന് പറഞ്ഞാൽ വേഷം മാറി ജീവിക്കുന്ന കവർ ഏജന്റ്, അണ്ടർ കവർ ഏജന്റ്. പാകിസ്ഥാൻ ഷിക്കാഗോയിൽ വെച്ചിട്ടാണ് പാകിസ്ഥാനിലെ ISIയുടെ കവറാണ്, ISI ചാരനാണ് ആര്? റാണ.
തഹാവൂർ റാണ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ കാണാൻ കാനഡയിൽ നിന്ന് വന്നത്. എല്ലാം വെൽ പ്ലാൻഡാണ്. ഇന്ത്യക്കെതിരെ തുടരെ മാസീവ് ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യാൻ ലഷ്കറിന് പദ്ധതിയുണ്ടെന്ന് റാണയോട് ഗിലാനി പറയുന്നു. അത് ഗിലാനിയെ കൊണ്ട് ചെയ്യിക്കാനായാണ് ISI റാണയെ അമേരിക്കയിൽ കൊണ്ടുവന്നു പിന്നെയും കൂട്ടിമുട്ടിച്ചതെന്ന് ഗിലാനിക്കറിയില്ലായിരുന്നു. ഗിലാനി അതിനുവേണ്ടി എമിഗ്രേഷൻ രംഗത്ത് സ്വന്തം സ്ഥാപനം നടത്തുന്ന റാണയുടെ സഹായം തേടുന്നു. കാരണം ഈ സ്ഥാപനം ബോംബെയിൽ തുടങ്ങിയത് തന്നെ, ഏത് സ്ഥാപനം? ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസ് എന്ന സ്ഥാപനം ബോംബെയിൽ തുടങ്ങുന്നത് തന്നെ ഇന്ത്യയിൽ ലഷ്കറിൻ്റെ ആക്രമണം നടത്താൻ വേണ്ടിയായിരുന്നു. എത്ര കാലത്തെ ഓപ്പറേഷനാണെന്ന്? ദീർഘകാലത്തെ. നവംബർ 26 മുംബൈ ആക്രമണം നടത്തിയെങ്കിലും അതിന് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ്, 1-2 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ ആരംഭിച്ചിരുന്നു. റാണ തൻ്റെ കനേഡിയൻ സ്ഥാപനമായ ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസ് വഴി ഹെഡ്ലി എന്ന ഗിലാനിയെ അനവധി തവണ ഇന്ത്യയിൽ വന്നു പോകാൻ സഹായിക്കുന്നു. അനവധി തവണ. പാകിസ്ഥാൻകാരനായ അമേരിക്കയിലെ ഒരു നയതന്ത്ര പ്രതിനിധിയുടെ മകന് ഇന്ത്യയിൽ നിരവധി തവണ വന്നു പോകാൻ വിസ കിട്ടുന്നു. ചെറിയ കാര്യമല്ല. 2006-2008 വരെയുള്ള സമയത്ത് ഹെഡ്ലി അനവധി തവണ ഇന്ത്യയിൽ വരികയും റാണയുടെ ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസിൻ്റെ സബ്സിഡിയറി സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു കമ്പനി തന്നെ ഹെഡ്ലിക്ക് ഇന്ത്യയിൽ തുടങ്ങാൻ സാധിക്കുന്നു. അതും എമിഗ്രേഷൻ മേഖലയിൽ, വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയുന്നു. ആ കമ്പനിയുടെ മേൽവിലാസത്തിൽ ഹെഡ്ലി എന്ന ഗിലാനി മുംബൈയിലെ അവരുടെ പ്രധാന ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നു. അതിനായി മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ, താജ് ഹോട്ടൽ, നരിമാൻ ഹൗസ്, ഹിൽട്ടൺ ഹോട്ടൽ, ലിയോപോൾഡ് കഫേ എല്ലാം നിരവധി തവണ സന്ദർശിച്ചു. അതിൻ്റെ വീഡിയോയും ലൊക്കേഷൻ കോർഡിനേറ്റ്സ് അടക്കം പാകിസ്ഥാനും ലഷ്കറിനും കൈമാറുന്നു. അങ്ങനെയാണ് 26/11 ആക്രമണം നടത്താനായി അജ്മൽ കസബും സംഘവും റിയൽ ടാർഗറ്റ് വെച്ച് പരിശീലനം പാകിസ്ഥാനിൽ വെച്ച് നടത്തുന്നത്. അതായത് ഈ താജ് ഹോട്ടൽ, CST റെയിൽവേ സ്റ്റേഷൻ, ഇതിൻ്റെയൊക്കെ മുക്കും മൂലയും ചിത്രങ്ങളെടുത്ത് വീഡിയോ എടുത്ത് പാകിസ്ഥാനിലേക്ക് കൊടുത്തു. പാകിസ്ഥാൻ അതെല്ലാം വീഡിയോയിൽ സ്ക്രീനിൽ കാണിച്ചിട്ട് ഓരോ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു. ഇത് ഹോട്ടലിൻ്റെ ഇന്ന ഭാഗം, ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇന്ന ഭാഗം, ഇവിടെയാണ് നിങ്ങൾ അറ്റാക്ക് നടത്തേണ്ടത്, ഇവിടെയാണ് ജനങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് റിയൽ ഇമേജുകൾ വെച്ചിട്ട് പാകിസ്ഥാനിൽ വെച്ച് ട്രെയിനിങ് കിട്ടുന്നു. ഇനിയാണ് തവാഹൂർ റാണ എന്ന ജിഹാദിയുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ വരുന്നത്. പ്ലോട്ട് 1 വളരെ വിശദമായിട്ട് വിശ്വരാജ് എഴുതിയിട്ടുണ്ട്. ഒരു ക്രൈം നോവൽ വായിക്കുന്നത് പോലെ, ഒരു ക്രൈം ത്രില്ലർ കാണുന്നത് പോലെ നിങ്ങൾക്കിത് ഫീൽ ചെയ്യും. വിശദമായി കേൾക്കുക. പ്ലോട്ട് 1: ഈ തീവ്രവാദി ആക്രമണം ലഷ്കർ ഓപ്പറേറ്റ് ചെയ്യാനായി പോകുന്നത് പൂർണ്ണമായും പാകിസ്ഥാന് പുറത്തു നിന്നാണ്. അതായത് കനേഡിയൻ പൗരൻ റാണയും അമേരിക്കൻ പൗരൻ ഡേവിഡ് ഹെഡ്ലിയുമാണ് ഈ ചാവേർ ആക്രമണം നടത്താൻ പോകുന്ന ജിഹാദി സംഘത്തിൻ്റെ ലിങ്ക്. ഇരു രാജ്യങ്ങൾക്ക് നേരെയും ഒരു ജിഹാദി ആക്രമണ ആരോപണം ഉന്നയിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. കാരണം വേറെ തരത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. പ്ലോട്ട് 2: ഇതിനു മുമ്പ് ഒരു തീവ്രവാദ ആക്രമണ ഹിസ്റ്ററിയും ഇല്ലാത്ത കുറച്ചു ചെറുപ്പക്കാരെ പാകിസ്ഥാനിൽ നിന്ന് ചാവേർ ആക്രമണത്തിനായി പരിശീലിപ്പിക്കുന്നു. മുമ്പ് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കാത്ത ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അവർ മരിച്ചാൽ മാത്രമേ അവരുടെ കുടുംബത്തിന് ഗുണമുള്ളൂ. അവർ മരിച്ചില്ല, പിടിക്കപ്പെടുമെങ്കിൽ അവരുടെ കുടുംബം പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടും. മരിച്ചാൽ മാത്രം കുടുംബത്തിന് ഗുണം. അവരുടെ കൈകളിൽ ചുവന്ന ചരടുകൾ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളൊന്നുമില്ല. മുംബൈ തീവ്രവാദ ആക്രമണങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഹേമന്ത് കർക്കറയെ കൊല്ലാനായി ഉണ്ടാക്കിയ RSS ഗൂഢാലോചന ആണെന്ന് പറഞ്ഞ് ഉടനടി ചില ആളുകൾ പ്രസ്താവന ഇറക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് കേന്ദ്രമന്ത്രിമാർ തന്നെ RSSൻ്റെ പങ്കിനെക്കുറിച്ച് പുസ്തകം ഇറക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത്. ചാനലുകളിൽ ഈ പ്രൊപ്പഗാണ്ട ഇടത് ലിബറൽ മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു പിച്ച് ചെയ്യുന്നു. അവസാനം അതിൻ്റെ കണ്ണികൾ മലേഗാവ് സ്ഫോടനത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് RSS മേധാവിയെപ്പോലും വിരൽ ചൂണ്ടുന്ന നിലയിലേക്കുള്ള അത്യുഗ്രൻ പ്രൊപ്പഗാണ്ട ആണ് അണിയറയിൽ തയ്യാറായിരുന്നത്. പക്ഷേ കാര്യങ്ങളെല്ലാം താളം തെറ്റിയത് 2 സംഭവങ്ങളിലൂടെയാണ്. ഒന്ന്, അജ്മൽ കസബ് എന്ന പാകിസ്ഥാനി ജിഹാദിയെ തുക്കാറാം ഒംബ്ലെ എന്ന ധീരനായ പോലീസുകാരൻ സ്വന്തം ജീവൻ കൊടുത്ത് ജീവനോടെ പിടികൂടുന്നു. 2, ഹെഡ്ലി എന്ന ജിഹാദിയെ അമേരിക്ക ലഷ്കർ ബന്ധം ആരോപിച്ചു പിടികൂടിയപ്പോൾ അവൻ തൂക്കുകയർ ലഭിക്കാതെ മാപ്പുസാക്ഷി ആവാൻ വേണ്ടി
തഹാവൂർ റാണയെ ഒറ്റുകൊടുത്തുകൊണ്ട് സ്വന്തം തടി രക്ഷിച്ചു. കാരണം ഹെഡ്ലിയെ അവിടെ പിടിച്ചു അമേരിക്ക. അപ്പോൾ അവൻ എന്ത് ചെയ്തു? തനിക്ക് തൂക്കുകയറി ഇട്ടായിരിക്കാൻ വേണ്ടി റാണയാണ് ഇതിൻ്റെയൊക്കെ ആളെന്ന് പറഞ്ഞ് റാണയെ ഒറ്റുകൊടുത്തു. അതുകൂടെ വന്നതോടെ ഇന്ത്യയിലെ ഭരണകക്ഷി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞുപോയി. ഇപ്പോൾ അവൻ 35 കൊല്ലം തടവുമായി അമേരിക്കൻ ജയിലിലുണ്ട്. ആര്? ദാവൂദ് ഗിലാനി എന്ന് പറഞ്ഞ ഹെഡ്ലി. ഈ 2 സംഭവങ്ങൾ നടന്നില്ല എങ്കിൽ ഇപ്പോഴും സവർക്കർ മാപ്പ് പറഞ്ഞു, കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്ന കള്ളങ്ങൾ സത്യങ്ങളാക്കിയ പോലെ മറ്റൊരു പ്രൊപ്പഗാണ്ടയുടെ സത്യം മൺമറഞ്ഞു പോയേനെ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലി എന്ന അമേരിക്കൻ കത്തോലിക്ക ക്രിസ്ത്യാനി പണത്തിനു വേണ്ടി നടത്തിയ ഇടപാടല്ല മുംബൈ ഭീകരാക്രമണം. അതൊരു ദാവൂദ് ഗിലാനി എന്ന ജിഹാദി ഭീകരൻ കാഫിറുകൾക്ക് നേരെ നടത്തിയ അവൻ്റെ മതത്തിൻ്റെ വിശുദ്ധ യുദ്ധമായ ജിഹാദ് തന്നെയാണ്. ഒന്നാന്തരം ജിഹാദ്. ഇതിൻ്റെ ഒരു വാൽക്കുറി കൂടി വിശ്വരാജ് എഴുതിയിട്ടുണ്ട്. വാലിങ്ങനെയാണ്: തഹാവൂർ റാണയുടെ സഹായത്തോടെ ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസിൻ്റെ സബ്സിഡിയറി സ്ഥാപനം ആയി മറ്റൊരു കമ്പനി തന്നെ ഹെഡ്ലിക്ക് ഇന്ത്യയിൽ തുടങ്ങാൻ സാധിച്ചു. അതും എമിഗ്രേഷൻ മേഖലയിൽ തന്നെ. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവില്ലാതെ, അനുമതി തേടാതെ, ക്ലിയറൻസ് ഇല്ലാതെ അങ്ങനെ ഒരു കാര്യം സാധ്യമാണോ? ആരാണ് അനുമതി നൽകിയത്? എന്തിനാണ് ഹെഡ്ലി എന്ന ദാവൂദ് ഗിലാനി കേരളത്തിൽ നിരവധി തവണ വന്നത്? നമ്മൾ റാണ ഒരു തവണ വന്നതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ദാവൂദ് ഗിലാനി, ഹെഡ്ലി നിരവധി തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളവുമായി ഗിലാനിക്കും റാണയ്ക്കും എന്താണ് ബന്ധം? 2014 അധികാരത്തിൽ കയറിയ മോദി 2028 പെട്ടെന്ന് തഹാവൂർ റാണയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ധൃതിപ്പെട്ട് അമേരിക്കയ്ക്ക് എക്സ്ട്രഡീഷൻ അനുമതി തേടിയതും അതിനുവേണ്ടി ഹൈ ലെവൽ മൾട്ടിപ്പിൾ ഇൻ്ററാക്ഷൻസ് നടത്താൻ ഡോവലും ജയശങ്കറും യാത്ര ചെയ്തതിന് പിന്നിൽ വലിയ പ്ലോട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് മോദി അധികാരത്തിലെത്തിയ ഉടനെ വളരെ പെട്ടെന്ന് റാണയെ വിട്ടുകിട്ടാൻ വേണ്ടി വലിയ ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങൾ നടത്തി. ഡോവല്, ജയശങ്കർ പലതവണ അമേരിക്കയ്ക്ക് പോയി. അതിൻ്റെ പിന്നിൽ ഈ രഹസ്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുണ്ടോ? സാധ്യതയുണ്ട്. കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ എംപിമാരെ അയക്കുന്ന സംസ്ഥാനത്തിന് ഈ കഥയിൽ റോളൊന്നും ഉണ്ടാവാതെ ഇരിക്കണേ. കാരണം മോദി വിട്ടാലും ഗുളികൻ വിടില്ല എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ലിങ്ക് എന്തു വന്നാലും കേരള സാർ, നമ്പർ 1 ലിറ്ററസി സാർ എന്ന് പറയുന്ന കേരളത്തെ ഒഴിവാക്കാൻ പറ്റില്ല. എങ്ങനെ ഇവർക്ക് വിസ, എമിഗ്രേഷൻ മേഖലയിൽ സ്ഥാപനങ്ങൾ കൊടുക്കാൻ അനുമതി കിട്ടി? അതായത് റാണയ്ക്കും ഹെഡ്ലിക്കും ഇന്ത്യയിലിരുന്ന് മുംബൈയിൽ ഒരു ഭീകരാക്രമണം നടത്താനുള്ള എല്ലാ സന്നാഹങ്ങളും കേന്ദ്ര സർക്കാർ സെറ്റ് ചെയ്തു കൊടുത്തു. ഭീകരാക്രമണം നടന്നാൽ ഉടനെ അത് RSSൻ്റെ അജണ്ടയാണെന്ന് വരുത്തി തീർക്കാനുള്ള പുസ്തകം വരെ എഴുതി തയ്യാറാക്കി. ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കാം. അപ്പോൾ കേരളത്തിൽ ചില ബന്ധങ്ങളുണ്ട്. അത് പുറത്തു വരിക തന്നെ ചെയ്യും. റാണ വാ തുറക്കുന്നതുവരെ മാത്രമാണ് ചില ആളുകളുടെ ഭാവി സുരക്ഷിതമായിരിക്കാൻ പോകുന്നത്. വലിയ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ, വലിയ അട്ടിമറികൾ, വലിയ അറസ്റ്റുകൾ കേരളത്തിൽ നിന്ന് പോലും ഉണ്ടാവാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.